ഹലോ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവൻ്റെ ദോശൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മിക്സിൻ്റെ വലിയ ജാറെടുത്തു. അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 500 ml കപ്പിൽ 3/4 കപ്പ് റവയും അതിലേക്ക് ഇട്ട് കൊടുത്തു. ആ കപ്പിൽ 1/4 കപ്പ് മൈദപ്പൊടിയും ഇട്ട് കൊടുത്തു. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന 2-3 ഐറ്റം സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തേങ്ങൻ്റെ പകുതി ചിരവി അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണ് ചെറിയ ജീരകയും 1.5 ടീസ്പൂണ് വലിയ ജീരകയും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 10 ചെറിയുള്ളി തൊലി കളഞ്ഞു നല്ലവണ്ണം കഴുകി അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ജീരകയും ചെറിയ ഉള്ളിയും കൂട്ടുമ്പോൾ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഉപ്പ് ഭരണിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഭരണി കഴുകി തുടച്ചിട്ടാണ് കേട്ടോ. ഇനി പാക്കറ്റ് ഉപ്പ് അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുത്തു. ടീസ്പൂണ് വെച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. വെള്ളം തികയാതെ വന്നപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തു. പൊടി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ടീസ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. ജാറിൻ്റെ മൂടിയെടുത്ത് മൂടി വെച്ചിട്ടോ. ഈ ബാറ്റർ നമുക്കൊന്ന് അടിച്ചു വരാം. ആദ്യം 2-3 മിനിറ്റ് നേരം ആ പൊടി ഒന്ന് അടിച്ചിട്ടോ. ടീസ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി നോക്കി. അപ്പോൾ ചെറിയ തരിയുണ്ട്. വീണ്ടും ഒന്നും കൂടി നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടോ. റവ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ഫൈനായി തന്നെ അടിക്കണം കേട്ടോ. അടിച്ചെടുത്ത ബാറ്റർ 1 ടീസ്പൂൺ കൊണ്ട് കലക്കി നോക്കി. നല്ല ഫൈനായി തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് റവൻ്റെ ബാറ്റർ അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അടിച്ചു വെച്ച ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. ഈ പൊടി തയ്യാറാക്കാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 3/4 ഭാഗത്തിലും ഏറെ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി വന്ന വെള്ളമാണ് കുറച്ചിത്. അരമണിക്കൂർ നേരം ഈ പൊടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടോ. ഞാൻ ദോശ ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ വെച്ചിട്ടാണ്. അടപ്പിലെ വെണ്ണീര് വാരി അടപ്പ് നല്ലവണ്ണം കത്തിച്ച് ദോശച്ചട്ടി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടോ. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തേച്ച് കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ 1 തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. അതൊന്ന് പതിയെ നല്ലവണ്ണം ചുറ്റിച്ചെടുത്തിട്ടോ. ദോശ കുക്കാവാൻ വേണ്ടി ഒരു പാത്രം എടുത്തു മൂടി വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി വെച്ച പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടോ. ബ്രഷിൽ എണ്ണ മുക്കി അപ്പത്തിൻ്റെ മേലെ നല്ലവണ്ണം തേച്ച് കൊടുത്തുട്ടോ. ആദ്യം ഉണ്ടാക്കിയ ദോശ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടാ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് നേരം വൈകുന്നത് കൊണ്ടാണ് ആദ്യത്തെ ദോശ ഒന്നും വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടാ. ചട്ടകമെടുത്ത് അപ്പം മറിച്ചിട്ട് കൊടുത്തുട്ടോ. ഈ അപ്പം തിരിച്ചും മറിച്ചിട്ട് നല്ലവണ്ണം കുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ തയ്യാറായിട്ടോ. ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴും പൊടി നല്ലവണ്ണം കലക്കിയെടുത്ത് കോരി ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ പൊടി അടിക്ക് കട്ട പിടിച്ച് കിടക്കും. വീണ്ടും ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടോ. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടോ. ഒന്ന് പതിയെ നല്ലവണ്ണം ചുറ്റിച്ച് കൊടുത്തിട്ടോ. 2 മിനിറ്റ് നേരം കുക്കാവാൻ വേണ്ടി വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി വെച്ച പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടോ. അപ്പത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഓയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടോ. എന്നിട്ടൊന്ന് കുക്കാക്കാൻ വേണ്ടി വെച്ചു. കുക്കായപ്പോൾ ചട്ടകം എടുത്തു അത് മറിച്ചിട്ട് കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അപ്പം നല്ലവണ്ണം കുക്കാക്കി എടുക്കണം കേട്ടോ. ഈ ദോശ കഴിക്കുമ്പോൾ കറിയിൻ്റെ ആവശ്യമില്ല. ഇതിൽ തേങ്ങയും ജീരകയും അരച്ച് കൂട്ടിയത് കൊണ്ട് ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ദോശ എല്ലാം ഇവിടെ ചുട്ട് തയ്യാറാക്കിട്ടോ. ഇതിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങിൻ്റെ ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാൻ കറി കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടോ. കറി ഒഴിച്ച് ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും.